സർവാദരണീയനായ സൂഫി വര്യൻ TMC ഉസ്താദ് അവർകളുടെ സൂഫിസത്തിനൊരു മുഖവുര എന്ന മഹത് ഗ്രന്ഥത്തിൻ്റെ ശ്രോതാക്കളായ പ്രിയ സ്നേഹിതരെ, ഇന്ന് നമ്മൾ ഇവിടെ വായിക്കുന്നത് ഗ്രന്ഥത്തിൽ നിന്നുള്ള 17-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായം പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുള്ളതാണ്. ദൈവിക ഗ്രന്ഥങ്ങളിൽ അതിവിശിഷ്ടമായ ഗ്രന്ഥമാണ് ഖുർആൻ. അതിൻ്റെ മഹത്വത്തെ അറിയണമെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങൾ അതിനെ ഏതെല്ലാം തരത്തിൽ കൈകാര്യം ചെയ്യുന്നു എന്ന് പരിശോധിച്ചാൽ മതി. ഖുർആനിൻ്റെ അക്ഷരങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ പല വിധത്തിൽ അത് കൈകാര്യം ചെയ്യുന്നു. വായിക്കാൻ പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും അത് മനഃപ്പാഠമാക്കുന്നവരും അതിന് നേതൃത്വം നൽകുന്നവരും അതിനായി സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നവരും ജനങ്ങളിലുണ്ട്. ഖുർആനിൻ്റെ അർത്ഥങ്ങൾ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ലോകത്തുണ്ട്. അതനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുന്നവരും ജനങ്ങളിലുണ്ട്. എന്നാൽ ഖുർആനിൻ്റെ അർത്ഥങ്ങളുടെ ബാഹുല്യം എത്രയാണെന്ന് പരിശോധിക്കുന്ന പക്ഷം അത്ഭുതകരമായ ലോകത്തായിരിക്കും നാം ചെന്നെത്തുക. കണക്കറ്റ അർത്ഥങ്ങളുടെ കലവറയാണ് ഖുർആൻ. മനുഷ്യൻ സഞ്ചരിച്ചു നീങ്ങുന്ന കണക്കറ്റ മേഖലകളിലൂടെ ഖുർആനും അവനോടൊപ്പം സഞ്ചരിക്കുന്നു. എല്ലാ ആയത്തിനും ബാഹ്യാർത്ഥവും ആന്തരികാർത്ഥവും ഉണ്ട്. ഭാഷാസാഹിത്യത്തിൻ്റെ ഉത്തുംഗതയിൽ നിലകൊള്ളുന്ന ഖുർആൻ അറേബ്യൻ സാഹിത്യത്തിന് പോലും നിത്യ കൗതുകം ഉണർത്തുന്നതത്രേ. സാഹിത്യകാരന്മാരാണ് ഭാഷയുടെ മർമ്മം കണ്ടെത്തുന്നവർ. എന്നാൽ ഖുർആനിൻ്റെ സാഹിത്യ രഹസ്യവും മർമ്മവും കണ്ടെത്താൻ ഒരു സാഹിത്യകാരനും ഒരു കാലം സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ ശക്തി അപാരവും അന്തസ്സാരം അറ്റമില്ലാത്തതുമാണ്. വ്യക്തിയുടെ ആത്മീയ യാത്രയിൽ താൻ കണ്ടെത്തുന്ന മുഴുവൻ മേഖലകളിലും പിന്തിരിഞ്ഞു നോക്കുന്ന പക്ഷം ഖുർആൻ അവന് വേണ്ടി മാർഗദർശനം നൽകുന്നുണ്ടായിരിക്കും. ലോകം മുഴുവനുമുള്ള എല്ലാ രഹസ്യങ്ങളിലേക്കും വിരൽ ചൂണ്ടുകയും അതിൻ്റെ അന്തസാരങ്ങളിലേക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഖുർആൻ അനന്തതയുടെ ശക്തിയും പേറി ശാന്തഗംഭീരനായി നിലകൊള്ളുന്നു. ലോകത്ത് സംഭവിക്കുന്നതെന്തും ഖുർആനാണ്. ലോകത്തെ നയിക്കുന്നതും അതുതന്നെ. ലോകോത്തര സാഹിത്യത്തിൻ്റെ ഉത്തുംഗതയിൽ ഉത്സാരങ്ങളുടെ ആഴമേറിയ ചുമടും പേറി നിൽക്കുന്ന ഖുർആനിൻ്റെ ആത്മാവിനെ കണ്ടെത്താൻ ആർക്കാണ് കഴിയുക? 7 സമുദ്രങ്ങൾ മഷിയാക്കി മാറ്റി അതുകൊണ്ട് എഴുതി തീർക്കാൻ ശ്രമിച്ചാലും ഖുർആനിൻ്റെ അന്തസാരങ്ങൾ അവസാനിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച ഖുർആൻ സൂക്തം അക്ഷരാർത്ഥത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകേണ്ടതുണ്ട്. ലോക ഭാഷകളിൽ അത്രയൊന്നും ശ്രദ്ധ പിടിച്ചു പറ്റാത്ത ഒരു ഭാഷയാണ് മലയാളം. എന്നാൽ മലയാളത്തിൻ്റെ ഭാഷാ സാഹിത്യം തന്നെ നമ്മെ എമ്പാടും അത്ഭുതപ്പെടുത്തും. ഞാൻ, നീ എന്നീ 2 പദങ്ങളുടെ സംയോജനത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ജ്ഞാനി എന്ന പദം മലയാളത്തിൻ്റെ സംഭാവനയാണ്. അനേകം പദങ്ങൾ ഇപ്രകാരം മലയാള സാഹിത്യത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒളിവ് എന്ന പദം ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെടലിനെയും മറയലിനെയും അറിയിക്കുന്നു. അത് അത്ഭുതകരമായ ദൈവിക സത്യത്തിലേക്ക് വെളിച്ചം വീശുന്നതത്രേ. ഒളിവ് എന്നതിന് വെളിച്ചം എന്നും മറഞ്ഞു നിൽക്കൽ എന്നും അർത്ഥമുണ്ട്. ലോകം മുഴുവനും പ്രകാശിച്ചു നിൽക്കുന്ന അവൻ മറഞ്ഞാണ് നിൽക്കുന്നത് എന്ന് ഈ ഒരൊറ്റ പദം വിളംബരം ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഒളിവാണ് മുത്തുനബി എന്ന് പറയുമ്പോൾ അവൻ മറഞ്ഞതും അവൻ പ്രത്യക്ഷപ്പെട്ടതും ആ മുത്തുനബിയിൽ തന്നെ എന്നർത്ഥം വരുന്നു. കൗതുകകരമായ ഇത്തരം സത്യങ്ങൾ കേവലം മലയാള ഭാഷയിൽ തന്നെ
ഉള്ളടങ്ങി കിടക്കുന്നു എങ്കിൽ ലോകോത്തര ഭാഷയായ അറബിയുടെ സ്ഥിതി എന്തായിരിക്കും? അങ്ങനെ ചിന്തിക്കുമ്പോൾ അറബി ഭാഷയുടെ സത്തായ ഖുർആനിൻ്റെ അന്തസാര വൈപുല്യം എങ്ങനെ തിട്ടപ്പെടുത്താനാണ്? മലയാള ഭാഷയിലെ മതി എന്നതിന് നിരവധി അർത്ഥങ്ങളുണ്ട്. ഖുർആനിൻ്റെ ഒരു സൂക്തം നാം വായിക്കുമ്പോൾ അതിൻ്റെ രഹസ്യാർത്ഥവും സാന്ദർഭികാർത്ഥവും ശൈലിയിൽ നിന്നുദ്ഭൂതമാകുന്ന അർത്ഥവും ആലങ്കാരികാർത്ഥവും ആന്തരാർത്ഥവും എല്ലാം ചിന്തിക്കേണ്ടത് ആവശ്യമാണല്ലോ. എന്നാൽ അതിൻ്റെ കാവ്യാത്മകതയും ആധ്യാത്മികതയും ചിന്തിച്ചാൽ നാം അമ്പരന്നു പോകും. അതിൻ്റെ അവതരണത്തിൻ്റെ സ്വഭാവവും ശൈലീമധുരവും തന്നെ നമ്മെ കരയിപ്പിച്ചു കളയും. അതിൻ്റെ സത്യജ്ഞാനത്തിൻ്റെ ഉറവും ശക്തിയുടെ വൈദ്യുതിയും ലോകത്തെ തന്നെ കത്തിച്ചു കളയും. ഈ ഖുർആൻ ഒരു പർവ്വതത്തിൻ്റെ മേൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് തന്നെ ഭയഭക്തി പൂണ്ടതാകും എന്ന് ഖുർആൻ പ്രസ്താവിച്ചിരിക്കുന്നു. ശരീഅത്തിൻ്റെ ബാഹ്യഭാഗവും ത്വരീഖത്തിൻ്റെ മധ്യഭാഗവും ഹഖീഖത്തിൻ്റെ ആന്തരിക ഭാഗവും മഅരിഫത്തിൻ്റെ ദൈവജ്ഞാന ശാസ്ത്രങ്ങളും ഖുർആൻ ഉൾക്കൊള്ളുന്നുണ്ട് എന്നത് സുവ്യക്തമാണ്. ഉദാഹരണമായി സൂറത്ത് യൂസുഫിൻ്റെ കഥാതന്തുവും അതിൻ്റെ ഭാഷാമാധുര്യവും അവതരണ സ്വഭാവവും പ്രേമത്തിൻ്റെ അഗ്നിയും ബാഹ്യമായി തന്നെ അതിൽ വിളയാടുമ്പോൾ അതിൻ്റെ ആന്തരീയമെന്താണ്? ദിവ്യപ്രേമം, ഭൗതികതയുടെ ആകർഷണം, ത്യാഗോജ്വലമായ യൂസുഫിയ ജീവിതം, അള്ളാഹുവിലേക്ക് ആകർഷിക്കപ്പെട്ട വ്യക്തിയുടെ നേരെ ഭൗതികത ഉയർത്തുന്ന അസൂയയുടെയും ശത്രുതയുടെയും കൂരമ്പുകൾ, മനുഷ്യത്യാഗത്തിൻ്റെ വഴിയടയാളങ്ങൾ, മനുഷ്യ മഹത്വത്തിൻ്റെ സാക്ഷാത്കാരം, അള്ളാഹു ഇഷ്ടപ്പെട്ട വ്യക്തികൾക്കായി അവൻ ആവിഷ്കരിക്കുന്ന തന്ത്രങ്ങൾ, ഭൗതികതയും ആത്മീയതയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മനുഷ്യൻ്റെ ജീവിതയാത്രയുടെ ആവിഷ്കാരങ്ങൾ, നിരപരാധിയായ മനുഷ്യൻ്റെ മുമ്പിൽ ഭൗതികത വലിച്ചിടുന്ന തടസ്സങ്ങളുടെ കൂരമ്പുകൾ, മനുഷ്യൻ ചവിട്ടിക്കടക്കേണ്ട കണക്കറ്റ കടമ്പകൾ, എല്ലാ അസത്യങ്ങളും അവസാനം സത്യത്തിനു മുന്നിൽ മുട്ടുമടക്കുന്ന അനുപമ സൗന്ദര്യത്തിൻ്റെ ജീവിതഗാഥ, ഭൗതികതയിൽ നിന്ന് പ്രതീക്ഷിച്ച മുഴുവൻ ആനുകൂല്യങ്ങളുടെയും തിരോധാനം, അനന്തതയിൽ നിന്ന് ലഭ്യമാകുന്ന സ്നേഹവാത്സല്യങ്ങൾ, ഏറ്റെടുക്കുന്ന സ്വർഗീയമായ അവസ്ഥാവിശേഷങ്ങൾ എല്ലാം സൂറത്ത് യൂസുഫ് ഉൾക്കൊള്ളുന്നു. ഖുർആനിൻ്റെ ഒരു അധ്യായത്തിൻ്റെ കാര്യമാണ് ഇവിടെ വിവരിച്ചത്. എന്നാൽ ഖുർആൻ ഒരു മനുഷ്യനെ ഉദ്ദേശിച്ചുകൊണ്ട് അവതരിച്ചതാണ് എന്ന സത്യത്തിലേക്ക് കടക്കാൻ നാം എത്ര ദൂരം ഇനി യാത്ര ചെയ്യണം? ലോകത്ത് സംഭവിച്ചതായും ഇനി സംഭവിക്കാനുള്ളതുമായും ഖുർആൻ പ്രഖ്യാപനം ചെയ്യുന്ന അറിവുകൾ ഒരു മനുഷ്യൻ്റെ ഉണ്മയിലും അവൻ്റെ പൂർത്തീകരണത്തിലും ഉൾപ്പെട്ടതാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ ആന്തരിക ജ്ഞാനമുള്ള വ്യക്തികളെ ആശ്രയിക്കുകയല്ലാതെ ഗത്യന്തരമില്ല. ആരിഫീങ്ങൾ, ദൈവജ്ഞാനമുള്ളവർ നൽകുന്ന അർത്ഥങ്ങൾ അള്ളാഹുവിൽ നിന്ന് നേരിട്ടുള്ളതായിരിക്കും. അവൻ്റെ ഉദ്ദേശ്യങ്ങളും തന്ത്രങ്ങളും അവരുടെ നാവുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാലാകാലങ്ങളിൽ ലോകത്ത് മാറ്റങ്ങൾ അനിവാര്യമായതിനാലും ആന്തരികാർത്ഥങ്ങൾ സാമാന്യ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതീവ ദുർഗ്രാഹ്യങ്ങളായതിനാലും അത് അവരുടെ നാവുകളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളും ചലനങ്ങളും നമുക്ക് വ്യക്തമാവണമെങ്കിൽ അവരുടെ നാവുകളിൽ ശ്രദ്ധിച്ചാൽ മതി. അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യവും റസൂലുള്ളാഹിയുടെ ശബ്ദവും അവരിലൂടെ നമുക്ക് അനുഭവവേദ്യമായി മാറും. ഞാനാണ് ഖുർആൻ എന്ന് പ്രഖ്യാപിച്ച ഔസ് മുഹീദ്ദീൻ ഈ തത്വത്തെയാണ് അനാവരണം ചെയ്തത്.
തന്നിൽ നിന്നുദ്ഭൂതമാകുന്നതെന്തും ഖുർആനാണെന്നും ഖുർആനിക ജ്ഞാനങ്ങൾ ബാഹ്യമായും ആന്തരികമായും തന്നിൽ സമ്മേളിച്ചത് കൊണ്ടും താൻ തന്നെയാണ് ഖുർആൻ എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഔസ് അവർകൾ വ്യക്തമാക്കുകയാണ് ചെയ്തത്. തൻ്റെ കണക്കറ്റ പ്രഭാഷണങ്ങൾ മുഴുവൻ ഖുർആൻ മാത്രമാണ് എന്ന് ഈ പ്രഖ്യാപനം വെളിപ്പെടുത്തുന്നു. മനുഷ്യൻ എന്ന സംജ്ഞയ്ക്കപ്പുറം ദിവ്യജ്ഞാനത്തിൻ്റെ പ്രതിരൂപമായി ആ പുണ്യാത്മാവ് പുരോഗമിച്ചു എന്നർത്ഥം. ശരീഅത്തിൻ്റെ ദശയിലൂടെ ത്വരീഖത്തിൽ പ്രവേശിക്കുകയും ഹഖീഖത്തിൻ്റെ ആന്തരികതയിൽ നിലയുറപ്പിച്ചുകൊണ്ട് മഅരിഫത്തിൻ്റെ മൈതാനിയിൽ ചുറ്റിക്കറങ്ങുകയും ചെയ്ത ആ മഹാത്മാവ് ഖുർആനിൻ്റെ വിവിധ ജ്ഞാന സാമ്രാജ്യങ്ങൾ കീഴടക്കുകയാണ് ചെയ്തത്. ഖുർആനിക ജ്ഞാനങ്ങളുടെ അനന്തമായ മേഖലകൾ അറിയാതെ ഇത് മാത്രമാണ് ഖുർആനിക അധ്യാപനം എന്ന് സിദ്ധാന്തിക്കുക ഭൂഷണമല്ല. പരസ്പര വിരുദ്ധങ്ങളാണെന്ന് ബാഹ്യമായി തോന്നുന്ന എത്രയോ സരണികൾ ആന്തരീയതയെ സംബന്ധിച്ചിടത്തോളം ഒന്നായിത്തീരുന്നുണ്ട്. 7 സമുദ്രത്തിലെ മഷികൾക്ക് ഒതുക്കി നിർത്തുവാൻ സാധ്യമല്ലാത്ത അതിൻ്റെ അർത്ഥങ്ങളെയും അന്തസാരങ്ങളെയും ഒരു കൊച്ചു കായലിൽ കെട്ടി നിർത്താമെന്ന വ്യാമോഹം അർത്ഥശൂന്യവും ഖുർആനിനെ ചെറുതാക്കലുമത്രേ. എല്ലാവരോടും സ്നേഹം, നന്ദി.